കേരളത്തിൽ ആരും അങ്ങനെ സംസാരിക്കാത്ത പക്ഷേ സർക്കാർ 50 ലക്ഷം രൂപ വരെ സബ്സിഡി തരുന്ന ഒരു ബിസിനസ് രഹസ്യം അതെന്താണെന്നറിയാമോ? കഴുത ഫാം. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. കഴുതകൾക്ക് 50 ലക്ഷം. വിശ്വസിക്കാൻ കുറച്ച് പാടാണല്ലേ? പക്ഷേ ഇത് തമാശയൊന്നുമല്ല, ശരിക്കും ഗവൺമെന്റ് തരുന്നൊരു പദ്ധതിയാണിത്. കഴുത എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഒരു വിലയുമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരു മൃഗം അല്ലേ? എന്നാൽ ആ ധാരണയുടെ പിന്നിലുണ്ടല്ലോ കോടികളുടെ ഒരു ബിസിനസ് സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഈ അവസരത്തിന്റെ യഥാർത്ഥ കാരണം എന്താ? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു ഇക്കണോമിക് സൈഡിലേക്ക് നോക്കണം. അതായത് സപ്ലൈയും ഡിമാൻഡും തമ്മിലുള്ള ഒരു വലിയ ഗ്യാപ്പ്. ഇതിപ്പോ സംഭവം വളരെ സിമ്പിളാണ്. നോക്കിക്കേ, 2012 ശേഷം ഇന്ത്യയിലെ കഴുതകളുടെ എണ്ണത്തിൽ ഏകദേശം 60% കുറവാണുണ്ടായത്. 2019 കണക്കെടുക്കുമ്പോൾ ഇന്ത്യയിൽ ആകെയുള്ളത് വെറും 1.2 ലക്ഷം കഴുതകൾ മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ വിതരണം, അതായത് സപ്ലൈ കുത്തനെ താഴോട്ട്, പക്ഷേ ആവശ്യകതയോ അത് റോക്കറ്റ് പോലെ മുകളിലേക്കും. ഏതൊരു ബിസിനസ്സിലും ഏറ്റവും ലാഭം കിട്ടുന്ന ഒരവസ്ഥ ഇതല്ലേ? അപ്പോ എന്തുകൊണ്ടാണ് ഈ ഡിമാൻഡ് ഇങ്ങനെ കുതിച്ചുയരുന്നത്? ഉത്തരം ഒന്നേയുള്ളൂ: കഴുതയുടെ പാൽ. അതിന്റെ വില കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും, ഉറപ്പാണ്. 1 ലിറ്റർ കഴുതപ്പാലിന് 7000 രൂപ. അതെ, 7000 രൂപ. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ പാലുകളിലൊന്നാണ്. ഈ ബിസിനസിന്റെ യഥാർത്ഥ ഹൃദയമെന്ന് പറയുന്നത് തന്നെ ഇതാണ്. പക്ഷേ ഇതിനെന്താ ഇത്ര വില? കാരണം നമ്മൾ സാധാരണക്കാർക്ക് ഇതിന്റെ ഉപയോഗം അത്ര പരിചിതമല്ല. ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് ആഡംബര സ്കിൻ കെയർ പ്രൊഡക്റ്റുകളിലും പിന്നെ ഭയങ്കര വില കൂടിയ ബ്രൈഡൽ മേക്കപ്പ് ക്രീമുകളിലുമൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഇത് വലിയ കോസ്മെറ്റിക് കമ്പനികളുടെ ഒരു ട്രേഡ് സീക്രട്ടായിരുന്നു. അപ്പോ ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. ഡിമാൻഡ് വളരെ കൂടുതൽ, സപ്ലൈ തീരെയില്ല, വിലയാണെങ്കിൽ ആകാശത്തും. ഇത് ശരിക്കും ഒരു അവസരങ്ങളുടെ ഒരു സ്വർണ്ണഖനി തന്നെയല്ലേ? ശരി, അപ്പോൾ നിങ്ങൾക്കിതെങ്ങനെ തുടങ്ങാൻ പറ്റും? ആഹാ, അവിടെയാണ് ഗവൺമെന്റിന്റെ സഹായം വരുന്നത്. ഈ അവസരം ഇത്രയും അട്രാക്റ്റീവ് ആക്കുന്നതും അതുതന്നെയാണ്. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ എന്നൊരു പദ്ധതിയുണ്ട്. അതനുസരിച്ച് നിങ്ങൾ 1 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിൽ 50 ലക്ഷം രൂപ വരെ ഗവൺമെന്റ് സബ്സിഡിയായിട്ട് തരും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ പകുതി സർക്കാർ തരുന്നു. തീർച്ചയായും ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെയുണ്ട്. ഈ സഹായം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഫാമിൽ കുറഞ്ഞത് 50 പെൺകഴുതുകളും ഒരു 5 ആൺകഴുതുകളും വേണം. പിന്നെ ആവശ്യത്തിനുള്ള സ്ഥലവും വെറ്ററിനറി സപ്പോർട്ടും നമ്മൾ ഉറപ്പാക്കണം. അപ്പോ ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത് എനിക്ക് പറ്റിയ പണിയാണോ എന്ന്. ശരി, നമുക്കിതിന്റെ റിയാലിറ്റി ഒന്ന് നോക്കാം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കേരളത്തിൽ കോഴിഫാമും പശുഫാമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ? പക്ഷെ ഒരു കഴുത ഫാം, കോമ്പറ്റീഷൻ എന്ന് പറയാൻ ഒന്നുമില്ല, സീറോ. അതുകൊണ്ട് തന്നെ ആദ്യം തുടങ്ങുന്നയാൾക്ക് മാർക്കറ്റിൽ വലിയൊരു മുൻതൂക്കം കിട്ടും. അപ്പോൾ ചോദ്യം ഇതാണ്: റിസ്ക് എടുത്ത് ഈ പുതിയൊരവസരം ട്രൈ ചെയ്യണോ, അതോ സേഫായിട്ട് ഇപ്പോൾ പോകുന്ന പോലെ തന്നെ അങ്ങ് മുന്നോട്ട് പോകണോ? തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. ഇത് വെറുമൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ സർക്കാർ സഹായത്തോടെ തുടങ്ങാൻ പറ്റുന്ന, അധികമാരും ശ്രദ്ധിക്കാത്ത ഒരുപാട് അവസരങ്ങൾ ഇനിയുമുണ്ട്. അത്തരം കിടിലൻ ബിസിനസ് രഹസ്യങ്ങൾ നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത തവണ ഇതിലും വലിയൊരു അവസരത്തിന്റെ വിശകലനവുമായി നമുക്ക് കാണാം.